വാട്സാപ്പ് ഗീസ് ബോക്സ് മേടുന്ന നാസിമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നത് കുറച്ച് കുറവായിട്ടായിരിക്കും. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇത്തവണ ഒന്ന് ക്ഷമിക്കുക. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തംബ്നെയിൽ ക്രിയേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇടുന്ന തംബ്നെയിൽ എത്രയും മനോഹരമാണോ അതനുസരിച്ചായിരിക്കും ആളുകൾ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നത്. ഒരു വീടിന്റെ വാതിൽ തുറക്കുന്ന പോലെയാണ് ഒരു വീഡിയോയിലേക്കുള്ള തംബ്നെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു തംബ്നെയിൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. പല ആളുകളും ഓർത്തിരിക്കുന്നത് തംബ്നെയിൽ ഉണ്ടാക്കാൻ വളരെ വലിയൊരു കാര്യമെന്നാണ്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് പിക്സെല്ലാബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ തംബ്നെയിൽ വളരെ മനോഹരമായിട്ട് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ മനോഹരമായിട്ട് ക്വാളിറ്റി ആയിട്ട് ഒരു തംബ്നെയിൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓരോ പോയിന്റും അല്ലെങ്കിൽ ഓരോ ഭാഗവും കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വീഡിയോ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേഷൻ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. പിക്സെല്ലാബ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. പിക്സെല്ലാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആദ്യം തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും വരുന്നത്. നമുക്ക് യൂട്യൂബ് തംബ്നെയിലാണ് ക്രിയേഷൻ ചെയ്യാനുള്ളതെങ്കിൽ ആ ഒരു സൈസിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യും. ഇതിനായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന 3 ഡോട്ടിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമേജ് സൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കസ്റ്റം എന്നായിരിക്കും കിടക്കുന്നത്. അതിന് ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സൈസിലുള്ള എല്ലാ ഐറ്റംസും ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബ് ചാനൽ ബാനർ, യൂട്യൂബ് തംബ്നെയിൽ, ഫേസ് കവർ ആർട്ട്, ഗൂഗിൾ പ്ലസ് കവർ ഫോട്ടോ, ട്വിറ്ററിൽ ഇടാനുള്ള ഫോട്ടോസിൻ്റെ സൈസ്, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. നമുക്കിവിടെ യൂട്യൂബ് തംബ്നെയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് തംബ്നെയിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് യൂട്യൂബ് തംബ്നെയിലിൻ്റെ ആ ഒരു സൈസിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ന്യൂ ടെക്സ്റ്റ് എന്നും പറഞ്ഞുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ഡിലീറ്റ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. യൂട്യൂബിൻ്റെ തംബ്നെയിലുകളെ ഏറ്റവും മനോഹരമാകുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. തംബ്നെയിൽ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് യൂട്യൂബ് തംബ്നെയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തംബ്നെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ ഓൾറെഡി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറി എന്നുള്ളത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിയുമ്പോൾ ആൽബംസിൽ അല്ലെങ്കിൽ ഫോട്ടോസിലായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരുപാട് ഫോട്ടോസ് അല്ലെങ്കിൽ ഒരുപാട് തംബ്നെയിൽസ് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ ഒരെണ്ണം സെലക്ട് ആക്കുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇതൊന്നും ഫില്ലായിട്ടില്ല. പകുതി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രീൻ കളറാണ്, ബാക്കി നമ്മളുടെ ആ ഒരു യൂട്യൂബ് തംബ്നെയിലും കാണുന്നുണ്ട്. ഇതിനു വേണ്ടി നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ റൈറ്റ് സൈഡിൽ കോർണറിൽ കാണുന്ന ആ ഒരു സർക്കിളിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് അലൈൻമെന്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് തംബ്നെയിലിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വളരെ മനോഹരമായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണം. ഇതിനു വേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കിടക്കുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറി എന്നുള്ള സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമായുള്ള ഫോട്ടോ ഏതാണോ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഫോട്ടോ വരുന്നത്. ഇത് നമുക്ക് കാണാൻ ഒരു രസമില്ല, കാരണം ഈ ഒരു ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പോരായ്മ തോന്നും, ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യം വരുന്നില്ല. ഇതിനുവേണ്ടി നിങ്ങൾ നേരെ ചെല്ലേണ്ടത് ഗൂഗിൾ ക്രോമിലാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ BG റിമൂവ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ആ ഒരു സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഇമേജ് ഏതാണോ
ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഇമേജ് ഏതാണോ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ Pixellab എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരാം. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇതിനു വേണ്ടി ലെഫ്റ്റ് സൈഡിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ടോപ്പിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരിക്കും. ഫോട്ടോയുടെ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും. ഫോട്ടോയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടാനുസരണം എങ്ങോട്ട് വേണമെങ്കിലും ഇതിന്റെ ആ ഒരു പൊസിഷൻ മാറ്റാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫോട്ടോയുടെ വലിപ്പം കുറയ്ക്കുവാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കോർണറിൽ കിടക്കുന്ന ആ ഒരു സർക്കിൾ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എവിടെയാണോ ഈ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫോട്ടോയിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നീക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ മൂന്നാമത്തെ ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വലത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കളർ ഫിൽട്ടേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാനും സാച്ചുറേഷൻ കൂട്ടാനും ബ്രൈറ്റ്നെസ് കൂട്ടാനും അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് കൂട്ടാനൊക്കെ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇത് അപ്ലൈ ആകുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന ആ ഒരു പ്ലസ് ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ദെൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എന്താണോ എഴുതേണ്ടത് അത് എഴുതാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്നത് എങ്ങനെ തംബ്നെയിൽ നിർമ്മിക്കാം എന്നാണ്. എങ്ങനെ എന്ന് ഞാൻ എഴുതി അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ എങ്ങനെ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വൈറ്റ് കളറിലാണ് കാണുന്നത്. ഈ ഒരു ഫോണ്ട് ഇങ്ങനെ കാണാൻ വലിയ രസമൊന്നും കാണത്തില്ല. ഇതിന് നമുക്ക് കുറച്ച് അറേഞ്ച്മെന്റ്സ് ചെയ്യാനുണ്ട്. കളർ മാറ്റാനും ഫോണ്ട് മാറ്റുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനു വേണ്ടി ഏറ്റവും അടിയിൽ ടാസ്ക് ബാറിൽ കാണുന്ന ആൽഫബറ്റ് എയിൽ ക്ലിക്ക് ചെയ്യുക. എയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതനുസരിച്ച് സൈസ് അറേഞ്ച്മെന്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. ദെൻ നമുക്കിതിൻ്റെ കളർ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കളർ എന്നുള്ള ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ആ ഒരു ടിക്ക് ബട്ടണിൽ കൊടുക്കുക. ഈ ഒരു ടെക്സ്റ്റിന്റെ ഫോണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ മൈ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു ഫോണ്ട് അവിടെ വരുന്നതെന്ന്. ഞാനിവിടെ MLU ആശ എന്നുള്ളത് സെലക്ട് ചെയ്തു. ദെൻ ഓക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് ആ ഒരു ഫോണ്ടിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണ്ടിൽ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ ഇപ്പുറത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് എനേബിൾ ചെയ്യുക. ദെൻ നമുക്ക് വേണ്ട സ്ട്രോക്ക് കളർ ഏതാണോ ആ ഒരു സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യാൻ. ഞാൻ ഇവിടെ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു സ്ട്രോക്കിന്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾ ഈ ഒരു ബാറിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു 6-7 കൊടുക്കുന്നത്. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഷാഡോ കൊടുക്കണമെങ്കിൽ ഷാഡോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. പല ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഈ ഒരു ഫോണിനെ കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റാനുള്ള ഓപ്ഷനും ഇതിലേക്ക് വരുന്നുണ്ട്. പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ആ ഒരു ഫോണിന്റെ ഒരു നെറ്റിനുള്ളിലാവും. ദെൻ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു നെറ്റിന്റെ കോർണറിൽ പിടിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെരിഞ്ഞും തലങ്ങനെയും കുറുങ്ങനെയും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ അതൊക്കെ സെറ്റ് ആക്കുക. ദെൻ ഈ ഒരു ഫോണ്ടിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ സൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുക. അതിനുവേണ്ടി ഈ ഒരു കോപ്പി എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
വീണ്ടും നിങ്ങൾ ആ കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വീണ്ടും വരുന്നതാണ്. അടുത്തതായി നമ്മൾ തംബ്നെയിൽ എന്ന് എഴുതിയിരിക്കുകയാണ്, ഓക്കെ കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൽഫബറ്റ് എയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള തരത്തിൽ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണ്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇതിവിടെ ഫോൺസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിൻ്റെ സൈസും ഫോണ്ടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ പൊസിഷനൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ ഇഷ്ടാനുസരണം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണോ കേട്ടോ, ഈ കാണിച്ചു തരുന്ന പോലെ തന്നെ ചെയ്യാതെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങളിത് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക. കളറൊക്കെ നിങ്ങളുടെ കോമ്പിനേഷനിൽ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണ്ടൊക്കെ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് ഇത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ടോപ്പിൽ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പി ചിഹ്നം നിങ്ങൾക്ക് അവിടെ സേവിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കസ്റ്റം എന്നുള്ള ഡയമെൻഷൻസ് കസ്റ്റം ആയിരിക്കും കിടക്കുന്നത്. കസ്റ്റം, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ, അൾട്ര, ഈ ഒരു ഡയമെൻഷൻസിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയെ JPG ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ PNG ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് യൂട്യൂബിന് വേണ്ട JPG ഫോർമാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെരി ഹൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. 2 MB താഴെ വേണം നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബ് തംബ്നെയിൽ നിൽക്കാൻ. അതുകൊണ്ട് തന്നെ വെരി ഹൈ കൊടുത്താൽ മതി. ദെൻ ശേഷം സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എങ്ങനെ തംബ്നെയിൽ നിർമ്മിക്കാം എന്നുള്ള ഓപ്ഷൻ. ഇവിടെ ആ ഒരു തംബ്നെയിൽ വന്നിട്ടുണ്ട്. വളരെ ക്വാളിറ്റിയിൽ തന്നെ ഇതാ ഒരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു തംബ്നെയിൽ വന്നിരിക്കുന്നത്. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലർനെസ്സോ ഒന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ല. വെരി ഹൈയോ അല്ലെങ്കിൽ അൾട്രാ ഒക്കെ കൊടുത്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. ഇത്തരത്തിൽ ചെയ്ത ഈ ഒരു തംബ്നെയിൽ നിങ്ങൾക്ക് നേരെ എടുത്ത് നിങ്ങളുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഉറപ്പായിട്ടും ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എത്തിച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.